നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപഭോക്തൃ പണപ്പെരുപ്പം നവംബറിൽ 0.71% ഉയർന്നു. ഭക്ഷ്യവില പണപ്പെരുപ്പം 2.78% തുടർന്നു. നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ബജറ്റിൽ ഊന്നൽ നൽകണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി ശക്തമായ നിക്ഷേപത്തെ ആശ്രയിക്കുന്നുവെന്നും CII. വിദേശ നിക്ഷേപകർ ഡിസംബറിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 17,955 കോടി രൂപ പിൻവലിച്ചു. 2025 ആകെ പിൻവലിച്ചത് 1.6 ലക്ഷം കോടി രൂപ. കഴിഞ്ഞയാഴ്ച 8 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. 79,129 കോടി രൂപയുടെ മൊത്ത നഷ്ടം. ഏറ്റവും കൂടുതൽ നഷ്ടം ബജാജ് ഫിനാൻസിനും ICICI ബാങ്കിനും. കേരളം പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവതയ്ക്ക് മികച്ച സംരംഭക അവസരങ്ങൾ ഒരുക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി. വിശദമായ വാർത്തകൾ നോക്കാം. ഉപഭോക്തൃ പണപ്പെരുപ്പം നവംബറിൽ 0.71% ഉയർന്നു. ഭക്ഷ്യവില പണപ്പെരുപ്പം 2.78% തുടർന്നു. ഭക്ഷ്യവില പണപ്പെരുപ്പം 2025 നവംബറിൽ 2.78% തുടർന്നു. ഒക്ടോബറിൽ ഇത് റെക്കോർഡ് താഴ്ന്ന നിലവാരമായ 3.7%-ലെത്തിയിരുന്നു. മൊത്തത്തിലുള്ള ഉപഭോക്തൃ പണപ്പെരുപ്പം ഉയർന്നപ്പോഴും വിലപ്രവണത മൃദുവായി തുടരുന്നുവെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കാണിക്കുന്നു. നവംബറിലെ ഉപഭോക്തൃ വില സൂചിക 0.71% ഉയർന്നു. ഇത് ഒക്ടോബറിലെ 0.25% കൂടുതലാണെങ്കിലും തുടർച്ചയായ രണ്ടാം മാസവും 1% താഴെയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇന്ധന പണപ്പെരുപ്പം 1.98% നിന്ന് 2.32% ഉയർന്നു. പച്ചക്കറികൾ ഒഴികെയുള്ള CPI മുൻ മാസത്തെ 2.99% നിന്ന് 2.86% കുറഞ്ഞു. ധാന്യങ്ങളും പഞ്ചസാരയും ഒഴികെയുള്ള പല വിഭാഗങ്ങളിലും നവംബറിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില മാസം തോറും വർദ്ധിച്ചതായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ഡിസംബറിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കൂടുതൽ സ്ഥിരതയുണ്ടെന്ന് ഉപഭോക്തൃ കാര്യ വകുപ്പിന്റെ ഓൺ ദി ഗ്രൗണ്ട് ഡാറ്റ സൂചിപ്പിക്കുന്നു. തൽഫലമായി പച്ചക്കറി പണപ്പെരുപ്പം പ്രതിമാസം 2.55% ഉയർന്നു. ഒക്ടോബറിൽ ഇത് 0.28% പയർവർഗ്ഗങ്ങളുടെ പണപ്പെരുപ്പം 14 മാസത്തിനിടെ ആദ്യമായി വർദ്ധിച്ചു. എന്നിരുന്നാലും വാർഷികാടിസ്ഥാനത്തിൽ പയർവർഗ്ഗങ്ങളുടെ പണപ്പെരുപ്പം നവംബറിൽ 15.86% തുടർന്നു. ധാന്യങ്ങളുടെ പണപ്പെരുപ്പം 50 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 0.1%-ലേക്ക് താഴ്ന്നു. ഓഗസ്റ്റിൽ 21.24%-ലായ ഭക്ഷ്യ എണ്ണ പണപ്പെരുപ്പം മന്ദഗതിയിലാവുകയും നവംബറിൽ 7.8% കുറയുകയും ചെയ്തു. പച്ചക്കറി സൂചിക ഒക്ടോബറിൽ 212 ആയിരുന്നത് നവംബറിൽ 217 ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ബജറ്റിൽ ഊന്നൽ നൽകണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി ശക്തമായ നിക്ഷേപത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും CII. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ജനുവരി 1 അവതരിപ്പിക്കും. ഇന്ത്യയുടെ അടുത്തഘട്ട സാമ്പത്തിക വളർച്ച പൊതു സ്വകാര്യ വിദേശ ചാനലുകളുമായുള്ള സ്ഥിരവും ശക്തവുമായ നിക്ഷേപത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി പറയുന്നു. 2026-2027 കേന്ദ്ര ബജറ്റിനായി CII ഒരു വിശദമായ പദ്ധതി പുറത്തിറക്കി. 2026-2027 കേന്ദ്ര ബജറ്റ് സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും വളർച്ച പ്രാപ്തമാക്കുന്നതിനും ഇരട്ടി പങ്ക് വഹിക്കേണ്ടതുണ്ട്. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നായിരിക്കുമെന്ന് CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത് ബാനർജി പറഞ്ഞു. സർക്കാരിന്റെ മൂലധന ചെലവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് CII ചൂണ്ടിക്കാട്ടി. ഗതാഗതം, ഊർജം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് 2027 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര മൂലധന ചെലവ് 12%, സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന പിന്തുണ 10% വർദ്ധിക്കുക എന്നതാണ് CII മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശ. ഭൗതികവും സാമ്പത്തികവുമായ പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനും ഉൽപാദനക്ഷമത വിലയിരുത്തുന്നതിനുമായി ചട്ടക്കൂട് നിർമ്മിക്കാൻ CII നിർദ്ദേശിക്കുന്നു. സാമ്പത്തിക വിശ്വാസത്തിലും സ്ഥാപന പരിഷ്കാരങ്ങളിലും നങ്കൂരമിട്ട നിക്ഷേപാധിഷ്ഠിത വളർച്ച പദ്ധതിയായിരിക്കണം ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന് ബാനർജി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപകർ ഡിസംബറിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 17,955 കോടി രൂപ പിൻവലിച്ചു. 2025 ആകെ പിൻവലിച്ചത് 1.6 ലക്ഷം കോടി രൂപയാണ്.
ഈ മാസത്തിന്റെ ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 17,955 കോടി രൂപ പിൻവലിച്ചു. നവംബറിൽ 3,765 കോടി രൂപ പിൻവലിച്ചതിനെ തുടർന്നാണ് ഈ കുത്തനെയുള്ള പിൻവലിക്കൽ. ഇത് ആഭ്യന്തര ഓഹരി വിപണികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. 2025 മൊത്തം പിൻവലിച്ചത് 1.6 ലക്ഷം കോടി രൂപയായിരുന്നു. ഒക്ടോബറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നിലവിലെ പ്രവണത പ്രകടമായത്. രൂപയുടെ കുത്തനെയുള്ള മൂല്യത്തകർച്ച ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഈ തുടർച്ചയായ പിൻവലിക്കലിന് കാരണമായതായി വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന US പലിശ നിരക്കുകളും കർശനമായ ലിക്വിഡിറ്റി സാഹചര്യങ്ങളും നിക്ഷേപകരുടെ വികാരത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് മോർണിംഗ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ഇന്ത്യയിലെ പ്രിൻസിപ്പൽ മാനേജിംഗ് റിസർച്ച് ഹിമാൻഷു ശ്രീവാസ്തവ പറഞ്ഞു. ഈ ആശങ്കകൾക്ക് പുറമെ ഇന്ത്യൻ രൂപയുടെ ബലഹീനത, വർഷാവസാന ഫലങ്ങൾ, നീണ്ടുനിൽക്കുന്ന മാക്രോ ഇക്കണോമിക് അനിശ്ചിതത്വം എന്നിവ തുടർച്ചയായ പിൻവലിക്കലിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ഏഞ്ചൽ വണ്ണിലെ സീനിയർ ഫണ്ടമെന്റൽ അനലിസ്റ്റ് വഖർ ജാവേദ് ഖാൻ വ്യക്തമാക്കി. തുടർച്ചയായ വിദേശ വിൽപ്പന ഉണ്ടായിരുന്നിട്ടും ശക്തമായ ആഭ്യന്തര സ്ഥാപക നിക്ഷേപക പങ്കാളിത്തം വിപണിയിലെ ആഘാതം കൃത്യമായും നികത്തി. ഇതേ കാലയളവിൽ ആഭ്യന്തര നിക്ഷേപകർ 39,965 കോടി രൂപ നിക്ഷേപിച്ചു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ വിൽപ്പന സമ്മർദ്ദം കുറയുമെന്ന് വിപണി വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ വളർച്ചയും വരുമാന പ്രതീക്ഷയും കണക്കിലെടുക്കുമ്പോൾ സ്ഥിരമായ വിൽപ്പന സുസ്ഥിരമല്ലെന്ന് ജിയോജിത് ഇൻവെസ്റ്റ്മെന്റിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് VK വിജയകുമാർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞയാഴ്ച 8 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്, 79,129 കോടി രൂപയുടെ മൊത്ത നഷ്ടം. ഏറ്റവും കൂടുതൽ നഷ്ടം ബജാജ് ഫിനാൻസിനും ICICI ബാങ്കിനുമാണ്. കഴിഞ്ഞയാഴ്ച BSE ബെഞ്ച്മാർക്ക് സൂചിക 444.71 പോയിന്റ് അഥവാ 0.51% ഇടിഞ്ഞു. ആദ്യ 10 കമ്പനികളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, L&T എന്നിവ മാത്രമാണ് നേട്ടമുണ്ടാക്കിയത്. HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ മൂല്യത്തിൽ ഇടിവ് നേരിട്ടു. ബജാജ് ഫിനാൻസിന്റെ വിപണി മൂലധനം 19,289.7 കോടി രൂപ ഇടിഞ്ഞ് 6,33,106.69 കോടി രൂപയായി. ICICI ബാങ്കിന്റെ മൂല്യം 18,516.31 കോടി രൂപയാണ് കുറഞ്ഞത്. ഇപ്പോൾ വിപണി മൂല്യം 9,76,668.15 കോടി രൂപയായി. ഭാരതി എയർടെല്ലിന്റെ വിപണി മൂല്യം 13,884.63 കോടി രൂപ ഇടിഞ്ഞ് 11,87,948.11 കോടി രൂപയായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിപണി മൂല്യം 7,846.02 കോടി രൂപ ഇടിഞ്ഞ് 8,88,816.17 കോടി രൂപയായും കുറഞ്ഞു. ഇൻഫോസിസിന് വിപണി മൂല്യത്തിൽ 7,145.95 കോടി രൂപ നഷ്ടമായി. നിലവിൽ മൂല്യം 6,64,220.58 കോടി രൂപയായി കുറഞ്ഞു. TCSന്റെ വിപണി മൂലധനം 6,783.92 കോടി രൂപ കുറഞ്ഞ് 11,65,078.45 കോടി രൂപയായി. HDFC ബാങ്കിന്റെ വിപണി മൂലധനം 4,460.93 കോടി രൂപ കുറഞ്ഞ് 15,38,558.71 കോടി രൂപയായി. LICയുടെ മൂല്യം 1,201.75 കോടി രൂപ ഇടിഞ്ഞ് 5,48,820.05 കോടി രൂപയായി. എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ MCAP 20,434.03 കോടി രൂപ ഉയർന്ന് 21,05,652.74 കോടി രൂപയായി. ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ വിപണി മൂല്യം 4,910.82 കോടി രൂപ വർദ്ധിച്ച് 5,60,370.38 കോടി രൂപയായി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളം പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവതയ്ക്ക് മികച്ച സംരംഭക അവസരങ്ങൾ ഒരുക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം കൈവരിച്ച മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുവരെ 50,000-ലധികം സ്റ്റാർട്ടപ്പുകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നും യുവ സംരംഭകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് സംഗമം ഒരു സാധാരണ ഇവന്റ് മാത്രമല്ലെന്നും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ ആഗോള നിക്ഷേപകരുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദിയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഫ്യൂച്ചർ കോർപ്പറേഷൻ വഴി 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഐടിക്കും എമർജിംഗ് ടെക്നോളജികൾക്കുമായി ഹൈ പവർ മാർക്കറ്റിംഗ് ഫണ്ട് മൊബിലൈസേഷൻ ഏജൻസി നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Kerala has consolidated its strength in advanced computing, data science and emerging technologies, and through a newly incorporated Future Corporation, we will build a dedicated high-power marketing and fund mobilization agency for IT and emerging technologies, with an objective to bring in rupees 10,000 crore worth of investment into the state. Friends, today Kerala stands at the brink of a once-in-a-generation leap, a leap that will redefine how our young people learn, innovate and build the future. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ നിക്ഷേപ സാധ്യതകൾ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള വാർത്തകൾ നോക്കാം. പ്രതിദിന വരുമാന കുതിപ്പ് തുടർന്ന് KSRTC. ഡിസംബറിൽ ഇതുവരെ 8,48,00,000 രൂപയുടെ കളക്ഷനാണ് KSRTC സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 7,47,00,000 രൂപയായിരുന്നു വരുമാനം. പുതിയ ബസ്സുകൾ കൂടി എത്തുന്നതോടെ വരുമാനം 10 കോടി കടക്കുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം 21.9 ലക്ഷം യാത്രക്കാരായിരുന്നുവെങ്കിൽ ഈ വർഷം 22.23 ലക്ഷം യാത്രക്കാരായി വർദ്ധിച്ചു. ഡിസംബർ 1 ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം റെക്കോർഡും KSRTC സ്വന്തമാക്കി. 9,84,00,000 രൂപയായിരുന്നു രണ്ടാമത്തെ റെക്കോർഡ് വരുമാനം. ഒക്ടോബർ 6 9.41 കോടി രൂപയുടെ കളക്ഷൻ ഭേദിച്ചാണ് ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. സെപ്റ്റംബർ 8 10.19 കോടി രൂപയുടെ റെക്കോർഡ് കളക്ഷനും KSRTC സ്വന്തമാക്കിയിരുന്നു. എല്ലാ ഡിപ്പോകളും പ്രവർത്തന ലാഭത്തിലാണ്. 35 ഡിപ്പോകൾക്ക് ടാർജറ്റ് പൂർത്തിയാക്കാനായി. പുതുതായി 169 ബസ്സുകൾ കൂടി എത്തുന്നതോടെ വരുമാനം 10 കോടി കടക്കുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. ശരാശരി ടിക്കറ്റ് ഇതര വരുമാനം 80 ലക്ഷം കൂടി ലഭിച്ചാൽ KSRTC സ്വയം പര്യാപ്തത കൈവരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപഭോക്തൃ പണപ്പെരുപ്പം നവംബറിൽ 0.71% ഉയർന്നു. ഭക്ഷ്യവില പണപ്പെരുപ്പം 2.78% തുടർന്നു. നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ബജറ്റിൽ ഊന്നൽ നൽകണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി ശക്തമായ നിക്ഷേപത്തെ ആശ്രയിക്കുന്നുവെന്നും CII. വിദേശ നിക്ഷേപകർ ഡിസംബറിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 17,955 കോടി രൂപ പിൻവലിച്ചു. 2025 ആകെ പിൻവലിച്ചത് 1.6 ലക്ഷം കോടി രൂപ. കഴിഞ്ഞയാഴ്ച 8 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. 79,129 കോടി രൂപയുടെ മൊത്ത നഷ്ടം. ഏറ്റവും കൂടുതൽ നഷ്ടം ബജാജ് ഫിനാൻസിനും ICICI ബാങ്കിനും. കേരളം പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവതയ്ക്ക് മികച്ച സംരംഭക അവസരങ്ങൾ ഒരുക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.